بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد സൂറത്തു സ്വാദ് 21 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. وهل أتاك نبأ الخصم. ഈ ഓതിയ ഇത്രയും ഭാഗം ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഖസ്ം എന്ന ഖാ സ്വാദ് ഈ രണ്ടക്ഷരങ്ങൾക്ക് മാത്രമാണ് തഫ്ഖീമുള്ളത്. ബാക്കിയെല്ലാം ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. അപ്പോൾ വഹൽ അതാക നബഉൽ ഖസ്ം نبأ الخصم إذ تسوروا المحراب إذ تسوروا رائن تفخيم കൊടുക്കണം. المحراب റائനും അലിഫിനും ഇവിടെയും തഫ്ഖീം പൂർണ്ണമായത് കൊടുത്തുകൊണ്ട് ഓതുക. ബാക്കി അക്ഷരങ്ങൾക്കെല്ലാം തർക്കീഖാണ് നൽകേണ്ടത്. അവിടെ ഇദ്ദഖലു എന്ന് ഇദ്ഗാമായി പോകുന്നത് സൂക്ഷിക്കേണ്ടതാണ്. ഇദ്ഗാം ചെയ്യുന്ന വേറെ ഖിറാഅത്തുകളുണ്ട്. നമ്മുടെ റിവായത്തിൽ ഇദ് എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഇദ്ദഖലു അലാ ദാവൂദ ഖാഇന് തഫ്ഖീം കൊടുക്കണം. ദഖലു അല ഐന് വ്യക്തമാക്കി ഉച്ചരിക്കുക. അല ദാവൂദ ദാവൂദ എന്ന് വാവ് വ്യക്തമാവാതെ ചിലർ ഓതും, അത് തെറ്റാണ്. ദാവൂദ ഫഫസിഅ മിൻഹും മിൻഹും എന്നതിൽ സാക്കിനൂൻ ഇൽഹാർ ഹൽഖി ചെയ്ത് വെളിവാക്കുക. قالوا لا تخف ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക പൂർണ്ണമായത്. ലാ തഖാഫ് ഖാഇന് തഫ്ഖീം. മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം ഇല്ല. ഖസ്മാനി അല്ലേ, ഖാ സ്വാദ്. എന്നാൽ മീമിനും അലിഫിനും ഒക്കെ തർക്കീഖാണ്. ഖസ്മാനി ബഗാ ഗൈനിനും അലിഫിനും തഫ്ഖീം ബഗാ. ബഅദുന അലാ ബഅദ് ഐന് തവസ്സുത്തിന്റെ അക്ഷരമാണ്, വ്യക്തമാക്കി ഉച്ചരിക്കുക. ദ്വാദ് ഇസ്തിതാല എന്ന പ്രത്യേക സിഫത്തുള്ള തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കപ്പെടുന്ന ഇത്ബാഖിന്റെ ദ്വാദ്, ഇസ്തിഅലാഇന്റെ ദ്വാദ്. ബഅദുന അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അലാ ബഅദിൻ ഫഹ്കും കസ്റുള്ള ദ്വാദിന് കുറഞ്ഞ തഫ്ഖീം മതി. തൻവീനിന് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചോതുക. അലാ ബഅദിൻ ഫഹ്കും ബൈനന മീമിന് ഇഖ്ഫ ഷഫവി ചെയ്ത് മറച്ച് മണിക്കുക എന്ന നിയമമാണ്. ഇഖ്ഫ ഷഫവി എന്താണെന്ന് വ്യക്തമായി വിശദമായി നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയതാണ്. ഫഹ്കും ബൈനനാ ബിൽ ഹഖ് വലാ തുശ്തിത ബിൽ ഹഖ് ഖാഫ് തഫ്ഖീം ചെയ്യുക, കുറഞ്ഞ തഫ്ഖീം കസ്റായതുകൊണ്ട്. വലാ തുശ്തിത ത്വാ മക്സൂറ കസ്റ നൽകപ്പെട്ടത് കുറഞ്ഞ തഫ്ഖീം, ശേഷം സുക്കൂൻ നൽകപ്പെട്ടതുണ്ട്. അതിന് ഖൽഖലയും തഫ്ഖീമും കൊടുക്കണം. വലാ തുശ്തിതു വഹ്ദിന ഹ ആയി തന്നെ ഉച്ചരിക്കണം. വഹ് ഹ ആയി പോരുത്. വഹ്ദിന ഇതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇല സവാഇ
ഇ ഇതിൽ വന്ന ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും വാവിനെ ദീർഘിപ്പിക്കുന്ന അലിഫിനെ, വാവിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ശേഷം ഹംസ ഒറ്റപ്പദത്തിലായി വന്നു. അസ്സിറാത്ത്, സിറാത്ത് എല്ലാം തഫ്ഖീമിൻ്റെ തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. സ്വാദ്, പിന്നെ റാ, അതിൻ്റെ അലിഫ്, പിന്നെ ത്വാ. സ്വാദിന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട്. അസ്സിറാത്ത്, ത്വായിൽ ഖൽഖല കുബ്ര നൽകി വ്യക്തമാക്കി വഖഫ് ചെയ്യുക. ഇന്ന ഹാദാ അഖീ, ഇന്ന നൂൻ മുഷദ്ദദ മണിച്ചു കൊണ്ടോതുക. ഹാദാ അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അഖീ, ഖാഇന് കസ്ർ കുറഞ്ഞ തഫ്ഖീം. ലഹു തിസ്ഊന നഅജ, തിസ്ഉൻ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി ശേഷമുള്ള വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. തിസ്ഊന നഅജതൻ വലിയ നഅജ, നഅജതൻ വലിയ, അവിടെയും വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം തൻവീനിനെ. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. വീണ്ടും വലിയ നഅജതു വാഹിദ, നഅജതു തൻവീൻ ദം വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. വാഹിദതുൻ ഫഖാല, വാഹിദതുൻ ഫഖാല തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചു കൊണ്ടോതുക. ഫഖാല, ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചോദണം. അക്ഫിൽനീഹ, അക്ഫിൽനീഹ ഹംസിൻ്റെ അക്ഷരങ്ങളാണ്. കാഫ്, ഫ, അക്ഫി, അക്ഫിൽനീഹ. വഅസ്സനി, വഅസ്സനി ഫിൽ ഖിതാബ്. വഅസ്സനി ഐന് വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. സ സഫീറിൻ്റെ അക്ഷരമാണ്. വഅസ്സനി ഫിൽ ഖിതാബ്. ഖാഇന് കസ്ർ കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ത്വാഇനും അലിഫിനും പൂർണ്ണമായ തഫ്ഖീം. ബായിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക. ഫിൽ ഖിതാബ്. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وهل أتاك نبأ الخصم إذ تسوروا المحراب إذ دخلوا على داود ففزع منهم قالوا لا تخف خصمان بغى بعضنا على بعض فاحكم بيننا بالحق ولا تشطط واهدنا إلى سواء الصراط. إن هذا أخي له 99 نعجة ولي نعجة واحدة فقال أكفلنيها وعزني في الخطاب. بسم الله، الحمد لله.